എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ മാസ്റ്റർ ലേഡി അവര് പറയും ആ ഒരു റിവേഴ്സ് സ്കെയിൽ സ്നേക്ക് അതിനെ എനിക്ക് പിടിച്ചുകൊണ്ട് തരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ബൊറൂട്ടോയും ടീമും ഉഷാറായിട്ട് ആ റിവേഴ്സ് സ്കെയിൽ പാമ്പിനെ തേടി അങ്ങനെ ഒരു ഗുഹയിലേക്ക് പോകും. വിനോജിനാണെങ്കിൽ ഈ റിവേഴ്സ് സ്കെയിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ സാറട പറയും ആ ഒരു സ്നേക്കിന്റെ താടിക്കടിയിലായിട്ട് എന്തോ ഒരു സാധനം നീണ്ടു വളർന്നു വരും, അതുകൊണ്ടാണ് അതിനെ എല്ലാവരും റിവേഴ്സ് സ്കെയിൽ സ്നേക്ക് എന്ന് വിളിക്കുന്നത്. സാറട പറയും തീർച്ചയായിട്ടും അതൊരു സമറിൻ ആനിമൽ ആയിരിക്കും. അനാമാരു മാസ്റ്റർ ഓൾറെഡി സമറിൻ ആനിമലെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോകുന്ന വഴിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ജോജോയ്ക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കുറച്ച് പേടിയാവും. ബൊറൂട്ടോ ക്യാഷ്വലായിട്ട് പറയും ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ വെറും സിമ്പിളാണ്, നമ്മൾ വെറും ഗെയിം കളിക്കും പോലെ ഈസി ആയിട്ട് ആ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് നമുക്ക് തിരികെ കൊണ്ടുവരാം, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ തുള്ളിച്ചാടി ആ സ്ഥലത്തേക്ക് പോവും. ഈനോജിനാണെങ്കിൽ അവിടെ ചുറ്റും നോക്കും. അവൻ പറയും ഇവിടെ എവിടെയും ആ പാമ്പുള്ളതായിട്ട് കാണുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലാതെ നമ്മൾ എവിടുന്ന് ഇപ്പൊ ആ പാമ്പിനെ കണ്ടുപിടിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും വലിയൊരു അടയാളം അവർ കാണുക. അവർ ഷോക്കായിട്ട് അവിടേക്ക് തന്നെ തുറപ്പിച്ച് നോക്കും. അതെന്തോ ഇഴഞ്ഞു പോയ ഒരു അടയാളമാണ്. ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും ഇതാ സ്നേക്ക് അടയാളം തന്നെയാണ്. ചോച്ചോയ്ക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. അതെഴിഞ്ഞു പോയ അടയാളം ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ആ സ്നേക്കിന്റെ വലുപ്പം അത് എത്രയായിരിക്കും, അതായിരിക്കും ഇപ്പൊ ചോച്ചോ ഇമാജിൻ ചെയ്യുക. അവരാണെങ്കിൽ ഇപ്പൊ ആ കാടിന് ചുറ്റും നോക്കും. മരങ്ങളും വലിയ വലിയ മലകളൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ മാസ്റ്റർ പറഞ്ഞ കാര്യം അതവരെ ഓർക്കുക. ആ പാമ്പിന് ഒരു കണ്ണില്ല. ആ കണ്ണ് നഷ്ടപ്പെട്ട കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്ന് അത് അവിടെയുള്ള സാധനങ്ങളും അത് ആ കാട്ടിലുള്ള മരങ്ങളും പാറകളും വലിയ വലിയ മലകളൊക്കെ അടിച്ച് തകർക്കാറുണ്ട്. അവർ ആ മാസ്റ്റർ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും തൊട്ടു പുറകിലായി എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർ തിരിഞ്ഞു നോക്കും. ഒരു വലിയ സ്നേക്ക്. അവർ പേടിച്ച് നിലവിളിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അത് സ്നേക്ക് അല്ല, പാമ്പിന്റെ വെറൊരു ശില മാത്രമാണ്. ഒന്നല്ല, ഒരുപാട് ശിലകള്. ഓച്ചോയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ട് കുറച്ച് ദേഷ്യം വരും. അവൾ കുറച്ചുകൂടെ കാര്യമായിട്ട് അവിടെ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അടുത്തൊരു ചുമര് അത് മുഴുവൻ റെഡ് കളറിൽ കാണാം. ചോച്ചോ ആണെങ്കിൽ അതിപ്പോ സാറടയ്ക്ക് കാണിച്ചു കൊടുക്കും. സാറട പറയും ഇങ്ങനെ ഒരു റെഡ് ചുമര് അത് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതെന്താന്ന് പറഞ്ഞ് അവര് നോക്കുമ്പോഴേക്കും അതിപ്പോ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങും. അത് മറ്റൊന്നുമല്ല, ആ ഒരു മോൺസ്റ്റർ പാമ്പാണ്. അത് ഫുൾ ഫോഴ്സിൽ മൂവ് ചെയ്ത് വന്ന് നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ വന്ന് കണ്ണങ്ങനെ തുറക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ആ പാമ്പിനെ കാണിക്കാണ്. അതിനാണെങ്കിൽ മാസ്റ്റർ ഗ്രാൻഡ്മ പറഞ്ഞതുപോലെ ഒരു കണ്ണില്ല. അതങ്ങനെ ഫുൾ കലിപ്പില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ സൂക്ഷിച്ചു നോക്കും. ഷിക്കഡ ആണെങ്കിൽ അവന്റെ ഷാഡോ പാരലൈസിങ് ജിപ്സു അതുപയോഗിച്ച് അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സ്നേക്ക് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതങ്ങനെ ബ്രേക്ക് ചെയ്ത് ഹായ് ആയിട്ട് നിൽക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായി ആ റിവേഴ്സ് സ്കെയിൽ കാണും. അവനത് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. ഉടനെ ആ പാമ്പ് അതങ്ങനെ കറങ്ങി തിരിഞ്ഞ് സാറടയ്ക്ക് നേരെ വരികയാണ്. അവക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ ഉഷാറായിട്ട് പുറകിലേക്ക് ചാടി ഓടും. പക്ഷെ എന്താ, അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ല് തട്ടി അവൾ താഴേക്ക് വീഴും. പാമ്പ് അവളെ കടിച്ചു പറിക്കാൻ ഇപ്പൊ അവളുടെ ക്ലോസ് എത്തുകയാണ്. ഉടനെ ഒരു ബ്ലാക്ക് സ്നേക്ക് ഫോർത്ത് വാറിൽ സാസുക ക്രിയേറ്റ് ചെയ്ത അതേ പാമ്പ് അത് അവിടേക്ക് വന്ന് ഇപ്പൊ റെഡ് സ്നേക്കിന് അങ്ങനെ കടിച്ചു പറിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർ വണ്ടടിച്ച് നോക്കി നിൽക്കും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് അവർക്ക് മനസ്സിലാവില്ല. കട്ട് ചെയ്താ ഇവിടെ മോഗി സെൻസായി. അവളാണെങ്കിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷിക്കമരുവിനോടും നറൂട്ടോടും തുറന്നു പറയും. അതിനുശേഷം അവര് വെച്ചിട്ട് പോയ ആ ഒരു ലെറ്ററും ഡയലും ഇപ്പോ ഷിക്കമരുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ ഡയൽ കാണുമ്പോൾ തന്നെ ഷിക്കമരുവിന് മനസ്സിലാവും ഷിക്കടയ്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. ഷിക്കട പറയും അവരുടെ വഴി അത് ശരിയാണ്. ഒന്നും അറിയാതെയും കേൾക്കാതെ ഉറപ്പായിട്ടും ഷിക്കട ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാക്കുറ അവൾ ആ പരുക്ക് പറ്റിയവർക്ക് മുഴുവൻ ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരുടെ ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് ഷിക്കമരുവിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തുവിടും. അതേസമയം ഇവിടെ മാങ്ഷെല്ലിൽ നറൂട്ടോ ലേഡി ഹൊക്കാഗിയോട് താങ്ക് യു സോ മച്ച്, മാഡം ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് പൊരിച്ചേനെ. അതിന് ഹൊക്കാഗി ആന്റി ദേഷ്യപ്പെട്ട് പറയും ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങള് നീ കാണിക്കാൻ പാടില്ല, ഇത് സോൾവ് ആവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉടനെ ഷിക്കമരുവിന്റെ അസിസ്റ്റന്റ് ഇപ്പൊ ഡോറും തുറന്ന് അവിടേക്ക് വന്ന് സാക്കുറ കൊടുത്ത ആ റിപ്പോർട്ട് അത് നറൂട്ടോയെ ഏൽപ്പിക്കും. ഷിക്കമരു ആണെങ്കിൽ ആ റിപ്പോർട്ട് വായിച്ച് ഷോക്കാവും. നറൂട്ടോ പരുക്ക് പറ്റിയതില് ഒരു ഗാർഡ് കണ്ണു തുറന്നു. സോ നമുക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് കിട്ടാതിരിക്കില്ല. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയും ടീമും അവരിപ്പോ പേടിച്ചു വരച്ച് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ്.
ചോച്ചോ പറയും ഇത് ഭയങ്കര റിസ്ക് ആണ്. ആ ചുവന്ന പാമ്പ് അതിനെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. ആ റിവേഴ്സ് സ്കെയിൽ അതിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അത് വളരെ റിസ്ക് ആണ്. പക്ഷെ സാറുടെ ആണെങ്കിൽ അപ്പോഴും ആ ബ്ലാക്ക് സ്നേക്ക് ഔഡ അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. അവൾ അതിനെക്കുറിച്ച് ബൊറൂട്ടോട് ചോദിക്കും. പക്ഷെ അവനാണെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കില്ല. അത് വേറെ ഏതോ പാമ്പാണ്. അത് ആ ചുവന്ന പാമ്പുമായിട്ട് ജസ്റ്റ് ഫൈറ്റ് ഇട്ടതാണ്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ബ്ലാക്ക് സ്നേക്ക് ഔഡ അതിപ്പോ സാക്കുറയ്ക്ക് നേരെ വരും. ആ പാമ്പിനെ കണ്ട് സാക്കുറ അവളും അതിന്റെ തൊട്ടടുത്തേക്ക് വരും. ആ സ്നേക്ക് ആണെങ്കിൽ ഇപ്പൊ സാറയോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളല്ലേ ലേഡി സാറട, ഞാൻ സാക്ഷാൽ ഔഡ, സാസുകയുടെ സമ്മറിൻ ആനിമലാണ്. സാക്കുറയും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അത് കേട്ട് ഷോക്കാവും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ റെഡ് സ്നേക്ക് അത് ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ സാറട എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഔഡ സ്നേക്കിനോട് പറയുകയാണ്. ഞങ്ങൾക്കിപ്പോ ആവശ്യം ആ റെഡ് സ്നേക്കിന്റെ ബോഡിയിലുള്ള ആ റിവേഴ്സ് സ്കെയിലാണ്. അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തിരികെ പോകാൻ കഴിയൂ. ഞങ്ങളുടെ ഫ്രണ്ട് മീറ്റ്സിക ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ബൊറൂട്ടോ പറയും, നീ പാമ്പിനോടാണോ ഇതൊക്കെ പറയണേ? ഈ പാമ്പും ആ പാമ്പും ഒക്കെ കണക്കാണ്. ആവശ്യമില്ലാതെ നമ്മൾ ഇതിന്റെ കൂട്ടുകൂടാൻ പോകണ്ട. ഇത് ഉറപ്പായിട്ടും നമ്മളെ കടിച്ചു പറിക്കും. അത് കേട്ട് അവിടെ പറയും, ഒരിക്കലുമില്ല, ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷെ റെഡ് സ്നേക്കിന്റെ ബോഡിയിലുള്ള ആ റിവേഴ്സ് സ്കെയില് അതൊരിക്കലും നിങ്ങൾക്ക് എടുക്കാനാവില്ല. അത് വളരെ അപകടമാണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരികെ ലീഫ് വില്ലേജിലേക്ക് പോകണം. നിങ്ങൾക്ക് വില്ലേജിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അതുവരെയുള്ള പ്രൊട്ടക്ഷനും ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് ബൊറൂട്ടോ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പോകാനാവില്ല. ആ റിവേഴ്സ് സ്കെയിൽ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂ. ഈ പാമ്പുകളെല്ലാം കണക്കാണ്. അവറ്റകള് അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ ദേഷ്യപ്പെടും. ഉടനെ ഔഡ അത് പെയർ വെച്ച് ബൊറൂട്ടോയെ ദൂരേക്ക് തെറിപ്പിക്കും. എന്നിട്ട് ബൊറൂട്ടോയെ തന്നെ തുറിച്ചു നോക്കും. സാറട പറയും, പ്ലീസ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യ്. ആ റിവേഴ്സ് സ്കെയിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ജീവൻ അത് അപകടത്തിലാവും. നിന്നെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അത് കേട്ട ഔഡ അവനിപ്പോ തല താഴ്ത്തി അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു. അവനാണെങ്കിൽ ഷിക്കട വെച്ചിട്ട് പോയ ആ ഒരു ഡയലിലേക്ക് തന്നെ നോക്കി നിൽക്കും. ഉടനെ ഷിക്കമരു പറയും, ഞാൻ ആ പരുക്ക് പറ്റിയ ഷിനോബിയെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ നിന്ന് മീറ്റ്സിക അവൻ നിരപരാധിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം തന്നെ ആരോ ടാർഗറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി മീറ്റ്സിക ജനിച്ച ആ ഒരു വിധം അത് വളരെ സീക്രട്ട് ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഹൊക്കാഗയുടെ ഓഫീസിലാണ് അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സേഫായി വെച്ചിരിക്കുക. സോ ഹൊക്കാഗയുടെ ഓഫീസിൽ യാതൊരു റെസ്ട്രിക്ഷൻസും കൂടാതെ കടന്നു വരാൻ കഴിയുന്ന ആരോ ഒരാളാണ് ആ ഡീറ്റെയിൽസ് അത് അടിച്ചു മാറ്റിയത്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഈ ഒരു സീക്രട്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ചുരുക്കം ചിലർക്ക് മാത്രമേ അതിന് കഴിയൂ. കട്ട് ചെയ്ത ഇവിടെ ഇവാബിയാൻ ടീം അവരിപ്പോ ബൊറൂട്ടോയെ കുറിച്ചും ചോച്ചോയെ കുറിച്ചും ഈനോജിനെ കുറിച്ചും താരടെയും ഷിക്കടയും കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുക. അവര് പെർമിഷൻ ഇല്ലാതെ ഗ്രാമത്തിന് പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ ഇനി അവര് റോക്ക് നിഞ്ച ആയിരിക്കോ? അതിന് വേറൊരു സ്റ്റുഡന്റ് പറയും, ഷിക്കടയാൻ ടീം ബൊറൂട്ടോയെയും സാറുടെയും കണ്ടെത്താനല്ലേ പുറത്തേക്ക് പോയത്. സോ അവരെ റോക്ക് നിഞ്ചയാക്കി മാറ്റാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവാബയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. നിങ്ങളിപ്പോ ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാറുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആണ്. ഉറപ്പായിട്ടും അവരെ റോക്ക് നിഞ്ച ആയിട്ടൊന്നും എഴുതി തള്ളില്ല. അവർ മീറ്റ്സികയായിട്ട് ഉറപ്പായിട്ടും തിരികെ വരും. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മുടെ മിഷൻസിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരിപ്പോ മിഷൻസിന് വേണ്ടി പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ ഹോസ്പിറ്റലിൽ സാക്കുറ അവളാണെങ്കിൽ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നഴ്സിന് ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് പോവാണ്. ഉടനെ യുറിറ്റോ അവിടേക്ക് വന്ന് ഇപ്പൊ നഴ്സിനോട് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവളുടെ ശ്രദ്ധയിൽ പെടാതെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തേക്ക് വരും. അതിനുശേഷം അവനങ്ങനെ ഹായ് ആയിട്ട് ആ ഇഞ്ചക്ഷൻ നോക്കി ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാക്കുറ അവൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഹിനട്ട അവളുടെ അടുത്തേക്ക് വരിക. ഹിനട്ട ഒരുപാട് വിഷമത്തില് ഇപ്പൊ സാക്കുറയോട് പറയും, ഐ എം സോറി, ബൊറൂട്ടോ സാറുടെയും കൂട്ടി പോയത് വലിയ തെറ്റാണ്. ഉറപ്പായിട്ടും അവൻ സേഫായിട്ട് അവളെ തിരികെ കൊണ്ടുവരും. തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ തിരികെ എത്തിക്കഴിഞ്ഞാൽ അവന് നല്ല പണിഷ്മെന്റ് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ സാക്കുറ അവൾ ചിരിക്കും. അവരെല്ലാവരും ഗനിയൻസ് ആണ്. നമ്മൾ ഒരു കാരണവശാലും അവരെ കൺട്രോൾ ചെയ്യാനോ പണിഷ് ചെയ്യാനോ പാടില്ല. അവരുടെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ പിള്ളേര് അവരും ഔഡ സ്നേക്കൊക്കെ കൂടി ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
നമ്മുടെ പിള്ളേര് അവരാണെങ്കിൽ അവരുടെ പ്ലാനിംഗ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ആ പാമ്പിന്റെ അടുത്തേക്ക് വരും. ചോച്ചോ പാർഷ്യൽ എക്സ്പെൻസീവ് ജിപ്സ് ഉപയോഗിച്ച് അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പാമ്പ് ഈസി ആയിട്ട് അവളെ ചുരുട്ടിയെടുക്കും. മറ്റൊരു ഭാഗത്ത് ഇനോജിൻ അവനവന്റെ സ്ക്രോളൊക്കെ നിരത്തി വെച്ച് അതിലെന്തൊക്കെയോ വരയ്ക്കുകയാണ്. അവൻ സൂപ്പർ ബീസ്റ്റ് സ്ക്രോൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഔഡ അതാണെങ്കിൽ ഇപ്പൊ റെഡ് സ്നേക്കിനെ കടിച്ചു വലിക്കാൻ തുടങ്ങും. ചിക്കട അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് മറ്റൊരു ഭാഗത്ത് ലോക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ആ പാമ്പിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി ആ റിവേഴ്സ് സ്കെയില് അതെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. റെഡ് സ്നേക്ക് ആണെങ്കിൽ അങ്ങനെ കൊടഞ്ഞു പറിച്ച് വലിയ ശബ്ദത്തില് ഇപ്പൊ കരഞ്ഞു വിളിച്ച് എന്തോ ഒരു സലൈവ അത് ചോച്ചോയുടെ ബോഡിയിലേക്ക് അങ്ങനെ ഛർദ്ദിക്കും. അടുത്ത സെക്കൻഡ് ചോച്ചോ അവളിപ്പോ വലിയൊരു ശിലയായിട്ട് മാറുകയാണ്. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ശിലകള് അതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.